ഇപ്പോൾ ഇടത് നേതാക്കൾ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷം ഛത്തീസ്ഗഡിൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് of this wrong toxic agenda of the BJP government here targeting Christians. We were told that in front of the police they were beaten up. The young Adivasi girls were beaten up. One of the nuns was insulted, humiliated, intimidated. She had to hear the most filthy abuse. And today the nuns are asking, are we not citizens of India? We are ashamed today of what the nuns are facing. We are ashamed. And therefore we have demanded immediate action to withdraw the FIRs, to allow them immediate freedom, and to punish those who have taken the law in their own hands under the patronage of this toxic government, and to send them to jail. My colleague, no, I'm not answering any questions. My colleagues now, Honorable MP, Mr. Jose K. Mani, and my sister Annie Raja. അതെ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നലെ വന്നിരുന്നു. സിസ്റ്റേഴ്സിനെ കാണുവാനായിട്ടുള്ള അനുവാദം ലഭിച്ചില്ല. ഞങ്ങൾ ഇവിടെ താമസിച്ചു. ഇന്ന് രാവിലെ വന്നു, കണ്ടു, സിസ്റ്റേഴ്സിനെ കണ്ടു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട ആദിവാസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെയും കണ്ടു. വളരെ ദീർഘമായി ഈ സിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു. ഒരു കാര്യമുള്ളത്, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കണ്ടത് വളരെ വലിയൊരു അനീതിയാണ്. ആ അനീതി നടത്തിയത് ആൾക്കൂട്ടമല്ല, പക്ഷേ ഇവിടുത്തെ ഭരണകൂടമാണ് ഈ അനീതി നടത്തിയിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. ഇത് ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്, വെൽ ഫാബ്രിക്കേറ്റഡ്, സ്ക്രിപ്റ്റഡ് ഒരു കേസായിട്ട് ഇത് മാറുകയാണ്. നമ്മളിവിടെ സൂചിപ്പിച്ചു, വളരെ വികാരപരമായിട്ട് അവർ സിസ്റ്റേഴ്സ് സംസാരിച്ചു. ദി അബ്യൂസ് അവർ നടത്തിയത്, ആ വാക്കുകളിൽ അവർ ഉപദ്രവിക്കുന്ന ദേഹ ഉപദ്രവം നടത്തുന്നതിനേക്കാൾ അത് നമുക്ക് ഇവിടെ പുറത്ത് പറയാൻ കഴിയില്ല, സാധിക്കില്ല. അത്രമാത്രം അബ്യൂസ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു വിദേശിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, തിരുവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ആ സന്യസ്തർക്കും വൈദികർക്കും ഈ രാജ്യത്ത് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അവരെ സംശയത്തിൽ കൊണ്ടൊന്ന് എത്തിക്കുകയാണ് ഭരണകൂടം. അപ്പോൾ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമുക്ക് കാണുവാൻ കഴിയുന്ന, ഇവിടെ സൂചിപ്പിച്ചു, ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൂരെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി പതിറ്റാണ്ടുകൾ വരും അവരുടെ കൂടെ ജീവിച്ച ആ വ്യക്തികളാണ് അവരെ സംശയത്തിൽ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് വിശുദ്ധയായി പ്രഖ്യാപിച്ച നമ്മുടെ ഈ അൽഫോൻസാമയുടെയും അതോടൊപ്പം തന്നെ മദർ തെരേസയുടെയും ഒക്കെ പിന്തുടർച്ചയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന, ഈ വിശുദ്ധിയൊക്കെ മദർ തെരേസയൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെയൊക്കെ ഹാൻഡ് കഫ് ഈ ഭരണകൂടം ചെയ്തേനെയായിരുന്നു. ആ ജോലികൾ തന്നെയല്ലേ ഈ സന്യസ്തർ ചെയ്തത്. അപ്പോൾ ഇത് ബോധപൂർവമായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഞാൻ കേട്ടത് കേരളത്തിൽ നിന്നുള്ള അവിടുത്തെ BJP അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, അവർ മതപരിവർത്തനം നടത്തിയില്ല, അവർ ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനീ കുറ്റം ചുമത്തി? ഈ ഭരണകൂടം എന്തിനീ ചുമത്തി എന്ന് പറഞ്ഞാൽ ഇത് വളരെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ട് ഇത് ബെയില് കിട്ടുക എന്ന് മാത്രമല്ല, ഈ FIR ഉടനടി ഇത് സ്ക്വാഷ് ചെയ്ത്, ഇത് മാത്രമല്ല ഈ ഭരണകൂടം മാപ്പ് പറയേണ്ടതാണ് ജനങ്ങളോട്. അതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരും. ഞങ്ങൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കും. അവരുടെ ഇതിപ്പോ ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത്, മതപരിവർത്തനം എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഇവരെ ആദ്യം അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ കൊണ്ടുവന്ന പെൺകുട്ടികളും ക്രിസ്ത്യാനികളാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ വളരെ തന്ത്രപരമായി ഇത് മനുഷ്യക്കടത്ത് എന്നുള്ള വകുപ്പ് ചേർത്തുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്.
അവർക്ക് അങ്ങേയറ്റം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ജയിലിൽ ഈ 2 കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ഈ പെൺകുട്ടികളെ അവരുടെ നാരായൺപൂർ ജില്ലയിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും അവരെ ഈ സിസ്റ്റർമാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന അവരുടെ സമുദായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ ജയിലിൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും കണ്ട് വളരെ വിശദമായി സംസാരിച്ചു. ഈ 2 സിസ്റ്റേഴ്സിൻ്റെയും ആരോഗ്യസ്ഥിതി, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരുടെ ആരോഗ്യസ്ഥിതി നല്ലതല്ല. അവർ 2 പേരും പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. ഒരു സിസ്റ്റർ കേരളത്തിൽ നിന്നുള്ള ഒരു ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത്. അത് ഈ പെൺകുട്ടികളെ നാരായൺപൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഈ മറ്റ് സിസ്റ്ററിൻ്റെ കൂടെ വിടാൻ വേണ്ടി വന്നതാണ്. ആ സിസ്റ്റർ അവിടെ നിന്ന് 2 മരുന്ന്, ഒരു ഗുളിക മാത്രമാണ് കൊണ്ടുവന്നത്. പിന്നെ തിരിച്ചങ്ങോട്ട് പോയി അത് ബാക്കി കഴിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ ആ മരുന്നുകൾ ഇവിടെ ലഭ്യമല്ല, അവർക്കാരും അത് എത്തിച്ചു കൊടുക്കുന്നില്ല. അത് കേരളത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. ആർത്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ. അവരെ തറയിലാണ്, ആർത്രൈറ്റിസ് ഉള്ള ഇവരെ തറയിലാണ് കിടത്തുന്നത്. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. ആരോഗ്യം അവരുടെ നല്ലതല്ല. ജയിലധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് അവരെ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം, വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരനെ കണ്ടു, അവൻ പറഞ്ഞ അതിക്രൂരമായി മർദ്ദിച്ചു അവനെ സംഘപരിവാർ സംഘടനകൾ. അവിടെ ഇവരുടെ ചോദ്യം ചെയ്യലുകളെ, ഇവരുടെ പരിശോധന, ഇവരുടെ ഡോക്യുമെന്റ് പരിശോധന, ഇതെല്ലാം നടത്തിയത് റെയിൽവേയുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ അവരെ ഒരു നോക്കുകുത്തിയായി മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഈ പരിശോധന നടത്തുക, ഇവരെ അധിക്ഷേപിക്കുക, ഇവരെ ആക്രമിക്കുക, ഇതെല്ലാം ചെയ്തത് ആ കന്യാസ്ത്രീകളോട് പറഞ്ഞ വാക്കുകൾ, അവരോട് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ് എത്ര മ്ലേച്ഛമായി, എത്ര നികൃഷ്ടമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ പുറത്തു വന്ന ആ ഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഈ ബജ്രംഗ് ദൾ ആളുകൾ അവിടെ ചെയ്തത്. അവരെ രാവിലെ 8 മണിക്ക് അവിടെ സ്റ്റേഷനിലെത്തിയിട്ട് വൈകുന്നേരം 5 മണി വരെ പല ആളുകൾ മാറി മാറി വന്ന ബജ്രംഗ് ദൾ ആളുകൾ അവരെ ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരനെ ആക്രമിച്ചുകൊണ്ട് നീ ധർമാന്തരം നടത്തിയവരാണ് എന്ന് പറയണം എന്ന് നിർബന്ധിച്ചു പറഞ്ഞ അവരെ ആ സ്റ്റേറ്റ്മെന്റ്, ഇവരുടേതായി വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ ബജ്രംഗ് ദൾ ആളുകൾ നിർബന്ധിച്ച് എഴുതിച്ച സ്റ്റേറ്റ്മെന്റുകളാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. എന്തു തന്നെ ആയാലും ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഇവരെ 3 പേരെയും ജയിലിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകൾ ബെയിൽ എന്നുള്ളതല്ല, ഉടനടി ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് അവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം തെറ്റായ ഒരു കേസാണിത്. അതുകൊണ്ട് മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഡെലിഗേഷൻ ആവശ്യപ്പെടുകയാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ എംപിമാരടക്കമുള്ള ഡെലിഗേഷൻ വന്ന് ഇന്നലെ, നിങ്ങൾക്കറിയാം, ഇന്നലെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് റിട്ടേൺ അവരുടെ സൈനുള്ള ഒരു പെർമിഷനോടെയാണ് വന്ന്. എന്തിനായാലും ഞങ്ങൾ അവരോട് സംസാരിക്കാൻ സമയം തന്നു. അവർ ഈ 2 കന്യാസ്ത്രീകളും ഈ ആരോഗ്യ വിഷയമുള്ളത് ഞങ്ങളെ ആശങ്കയിലാക്കുന്നതാണ്. അവർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, അവരോട് പറഞ്ഞ് നിങ്ങൾ വിദേശികളാണ്, ഈ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ ആഹാരം കഴിക്കുക, ഞങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുക, എന്നിട്ട് ഞങ്ങൾക്കെതിരായി നിങ്ങൾ, ഞങ്ങളുടെ മതത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവരെ ഇവർ ആക്രമിച്ചതിനേക്കാളും ഇവർ അബ്യൂസ് ചെയ്തതിനേക്കാളും അവരെ ഏറെ വേദനിപ്പിച്ച, ഞങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അവർ വിങ്ങിപ്പൊട്ടി കരഞ്ഞ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എന്താ ഈ ഭാരതത്തിന്റെ, ഇന്ത്യയുടെ പൗരന്മാരല്ലേ എന്നുള്ളൊരു ചോദ്യം അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത്. പോലീസല്ല, ബജ്രംഗ് ദളിന്റെ ആളുകൾ ചോദിക്കുകയാണ്. അതാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്മാരല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഇത് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ചത്. അപ്പം ഇതാണ് സ്ഥിതി. ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തിയെന്ന് വളരെ വ്യക്തമായി അവർ പറയണം. ആ പെൺകുട്ടി പോലും ആ രീതിയിലാണ്. അവരെ നമ്മൾ കാണാൻ സാധിച്ചില്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ജയിലിലല്ല, മറ്റ് ചില സ്ഥലങ്ങളിലായിരുന്നു. അവിടെ നിന്ന് ഉടനെ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംഘം വരുന്നു എന്ന് പറഞ്ഞ ഉടനെ അവർ നാരായൺപൂരിലേക്ക് കൊണ്ടുപോവുകയും അവരോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലഭിച്ചിട്ടുള്ള ഒരു വിവരം കൂടി. ഈ കാര്യത്തിൽ ഇടതും അതുപോലെ UDF നേതാക്കളും ഒക്കെ നടത്തുന്നത്, അത് നിർത്തണമെന്നൊക്കെയാണ് BJP പ്രതിനിധി അടക്കം ഇവിടെ വന്ന് പറയുന്നത്. അല്ല, ഇതില് ഇപ്പോൾ ഈ ഒരു സംഭവം, ഞാനതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല.
ഇതിനു മുന്നേയും എത്രയോ കോൺഗ്രസിന്റെ കാലത്ത് പോലും ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായി ഈ ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് കുറെ കൂടി തീവ്രമായി BJPയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ BJPക്ക് ഒരു അജണ്ട, BJP മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അജണ്ട ധർമാന്തരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ മാൻഡേറ്റാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ആ മാൻഡേറ്റ് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. BJP അതിന് മറുപടി പറയണം. ഏത് നേതാവാണ് BJPയുടെ പറഞ്ഞാലും ഇവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണോ എന്നുള്ളത് അവർ പറയണം. ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ, അതുപോലുള്ള അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതെല്ലാം അവർക്ക് അവകാശമുള്ളതല്ലേ എന്ന് പറയണം. ഇതെല്ലാം BJPയുടെ ആളുകൾ പറയണം. ഇതെന്തുകൊണ്ട് മുഖ്യമന്ത്രി മുന്നിട്ട് നിന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു എന്നുള്ളതിന്റെ മറുപടി BJP നേതൃത്വം പറയണം. ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ ജയിലിൽ വരികയുണ്ടായി. ഇവിടെ ജയിലിലടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അനുവദിച്ചില്ല. ഞങ്ങൾ കണ്ടേ മടങ്ങൂ എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ജയിലിൽ വന്നത്. ഞങ്ങളെ സിസ്റ്റർമാരെ കാണാനുള്ള അനുവാദം തരികയും ഞങ്ങൾ കാണുകയും ചെയ്തു. അവരെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച 3 നേതാക്കൾ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് അത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സാമൂഹിക വ്യവസ്ഥയും തകർക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം നമുക്കെല്ലാമുണ്ട്. അതിൻ്റെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അജണ്ട വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ചും BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തിനേയും എതിർക്കുക, തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെയും വെറുക്കുക, അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാവരെയും മാറ്റി തീർക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയാണുള്ളത്. തങ്ങൾക്കെതിരായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ഉയർന്നു വന്നാൽ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരരുത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സിസ്റ്റേഴ്സിനെ കണ്ട് ദയനീയമായ കഥ പറഞ്ഞല്ലോ. അവര് കേരളത്തിനാകെ അപമാനമാണ്. കേരളത്തിൽ ജനിച്ച് വളർന്ന് ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് അവർ ഈ രാജ്യത്തിൻ്റെ സിറ്റിസൺസ് അല്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം അവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. മറ്റെല്ലാം ഞങ്ങൾ സഹിച്ചു. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളല്ല അല്ലെങ്കിൽ അന്തേവാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഹരാസ് ചെയ്തപ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു. പോലീസിൻ്റെ മുൻപിൽ വെച്ചാണ് ബജറംഗ് പ്രവർത്തകർ, നേതാക്കൾ അവരെ ഹരാസ് ചെയ്തത്. അതായത് പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നോക്കികുത്തിയാളായി മാറുകയാണ്. ഇവിടെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും, അത് നിങ്ങൾ അനുസരിച്ച് കൊള്ളണം. അപ്പോൾ നിയമം കയ്യിലെടുക്കുന്നത് പോലീസോ അല്ലെങ്കിൽ അധികാരി വർഗമോ അല്ല, മറിച്ച് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളാണ്. അത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ടതില്ല. അത് നാളെ എവിടേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സകല അവകാശങ്ങളും അതുപോലെ പൗരാവകാശങ്ങളും എല്ലാം തന്നെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളത് കണ്ട് ഇതിനെ ശക്തമായി അപലപിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ത്യൻ പാർലമെന്റിലും ലോക്സഭയിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അഡ്ജോൺമെന്റിന് നോട്ടീസ് കൊടുത്തിരുന്നു. അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും വീണ്ടും ഈ വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യാൻ വേണ്ടി, ലോക്സഭയും രാജ്യസഭയും ചർച്ച ചെയ്യാന്നല്ല, നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് ഇപ്പോൾ ഇവിടെ അനൂപ് ആന്റണി ഉണ്ട്, BJPയുടെ പ്രതിനിധിയായി എത്തിയതാണ്. നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ പ്രതിഷേധം ഉണ്ടാക്കിയ സർക്കാർ പ്രകോപിതരാകുമെന്നും ഈ കേസിനെ ബാധിക്കുമെന്നും മുതലെടുപ്പിനും ആളാവാനും ശ്രമിക്കരുതെന്നാണ് BJP പറയുന്നത്. തെമ്മാടിത്തരം കാണിച്ചിട്ട് വെറുതെ വർത്തമാനം പറയരുത്, അതാണ് എൻ്റെ മറുപടി. അതിനകത്ത് കിടക്കുന്ന 2 സ്ത്രീകളില്ലേ, കന്യാസ്ത്രീകൾ. ആ കന്യാസ്ത്രീകൾ, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്മയോട് ഇങ്ങനെ പെരുമാറോ BJP? അല്പം ലജ്ജയുണ്ട്. എന്നിട്ട് വന്ന് ഷോ ഓഫ് വർത്തമാനം പറയല. ആ ഷോയും കയ്യിൽ വെച്ചിരുന്നത് BJPക്കാരൻ. എന്താ സംഭവം? എന്താ നമ്മുടെ നാട്ടിൽ ഈ തിരുവസ്ത്രം ധരിച്ച ഒരാൾ ബസ്സിൽ കയറിയാൽ ഏതൊരാളാവട്ടെ എഴുന്നേറ്റ് മാറിക്കൊടുക്കും, ആ കസേര കൊടുക്കും, ആ സീറ്റ് കൊടുക്കും, നമ്മൾ ബഹുമാനിക്കും. അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഹൃദയം പൊട്ടിയാണ് ആ 2 കന്യാസ്ത്രീകൾ ഞങ്ങളോട് സംസാരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ ഒരു വിതുമ്പിയത് എവിടെയാണ്? അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന രോഗപീഠയേക്കാൾ അവർ വിതുമ്പിയത് ഒരു ഘട്ടത്തിലാണ്.
അത് ആവർത്തിച്ച് പറഞ്ഞവർ വിതുമ്പുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്. ആ ചോദ്യം എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ചിലവിൽ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അവർ തൊഴുകൈകളോടെ സഖാവ് വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചത് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഈ സേവനം ചെയ്യുന്ന ഞങ്ങളെ, നിങ്ങൾക്കിടയിൽ ഈ ഞങ്ങളെ എന്തിനാണ്? ഇത് ആവർത്തിച്ചു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ മുമ്പിൽ വിതുമ്പാണ്. ഹൃദയം പൊട്ടി വേദനിക്കുകയാണ്. അങ്ങനെ ഹൃദയഭേദകമായി ഈ കാഴ്ച കണ്ട നടുവിൽ നിന്നിട്ട് രാഷ്ട്രീയ വർത്തമാനം പറയാൻ BJP-ക്കാരൻ നിൽക്കരുത്. അല്പം മാന്യതയുണ്ടെങ്കിൽ ഇവരിവിടുന്ന് പുറത്തിറങ്ങും. കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിച്ച ശേഷം ഇടത് MP-മാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അത്യന്തം വൈകാരികമായാണ് കന്യാസ്ത്രീകൾ ഇടത് MP-മാരോട് അവരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന കാര്യം വ്യക്തമാണ്.